Our tutorial class is class 8. ഇവിടെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസിനെ കുറിച്ചിട്ടാണ് നോക്കുന്നത്. എങ്ങനെയാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് ഹാൻഡിൽ ചെയ്യുന്നതെന്ന്. Using data analysis and statistics to make conclusions about a population is called statistical inference. നമ്മൾക്ക് കിട്ടിയ ഡാറ്റയെ അനലൈസ് ചെയ്ത് സ്റ്റാറ്റിസ്റ്റിക്സ് രീതിയിൽ പലതും അപ്ലൈ ചെയ്തിട്ട് ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് എന്ന് പറയാം. ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പല മെഷർമെന്റും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു കാൽക്കുലേഷന്റെ ബേസിലായിരിക്കും നമ്മളൊരു കൺക്ലൂഷനിൽ എത്തുന്നത്. അതാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസിനെ കുറിച്ചിട്ടൊരു ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ നമ്മൾ പറയുന്നു, എന്നിട്ട് അതിന്റെ ഡിഫറെന്റ് ടെസ്റ്റിംഗ് ഉണ്ട്. പിന്നെ അതിലേക്ക് ആറിന്റെ സിന്റാക്സിലേക്ക് നമ്മൾ എളുപ്പം കടക്കും. കാരണം നമ്മൾ റിലേറ്റ് ചെയ്തിട്ടാണല്ലോ നമ്മൾ നോക്കുന്നത്. നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസിന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ വരുമ്പോൾ നമുക്ക് പറയാം ദർ ആർ ടു മെയിൻ ടൈപ്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ്. ഏതൊക്കെയാണ്? നമ്മൾ എസ്റ്റിമേഷൻ ആൻഡ് ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ്. അങ്ങനെ രണ്ട് രീതിയിൽ നമ്മൾ കൺക്ലൂഷനിലേക്ക് എത്തുന്നുണ്ട്. എസ്റ്റിമേഷൻ എന്ന് പറയുമ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഫ്രം എ സാമ്പിൾ ആർ യൂസ്ഡ് ടു എസ്റ്റിമേറ്റ് പോപ്പുലേഷൻ പാരാമീറ്റേഴ്സ്. ടോട്ടൽ പോപ്പുലേഷനിൽ നിന്ന് നമ്മൾ ഒരു റാൻഡം സാമ്പിൾ എടുത്തു കഴിഞ്ഞ് അതിൽ നിന്ന് നമ്മൾ എസ്റ്റിമേഷനിലേക്ക് എത്തും. അതിൽ നിന്ന് നമ്മൾ പോപ്പുലേഷൻ പാരാമീറ്റേഴ്സ് എസ്റ്റിമേറ്റ് ചെയ്യുന്ന കൺസെപ്റ്റിനെയാണ് എസ്റ്റിമേഷൻ എന്ന് പറയാം. ഹിയർ വി ആർ മോർ കോൺസെൻട്രേറ്റിംഗ് ഓൺ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ്. ടെസ്റ്റിംഗ് ആണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. What is hypothesis testing? Hypothesis testing is a method to check if a claim about a population is true. നമ്മൾ ഒരു പോപ്പുലേഷന് ഒരു ക്ലെയിം അഥവാ നമ്മൾ ഒരു കാര്യം ഡിസൈഡ് ചെയ്യാണ്, അല്ലെങ്കിൽ ഓക്കെ ഇതാണ് എന്ന് അസ്യൂം ചെയ്തിട്ട് അത് ട്രൂ ആണോ ഫോൾസ് ആണോ, അത് റിജക്ട് ചെയ്യണോ ആക്സെപ്റ്റ് ചെയ്യണോ എന്ന് നമ്മൾ പല ടെസ്റ്റിന്റെ ബേസിൽ ചെയ്യുന്ന മെത്തേഡിനെയാണ് ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇഫ് it checks how likely it is that a hypothesis is true is based on the sample data. ഒരു പോപ്പുലേഷന്റെ ബേസിൽ ഒരു ഹൈപ്പോത്തസിസ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സാമ്പിൾ എടുത്തു കഴിഞ്ഞിട്ട് ആ സാമ്പിളിന്റെ ബേസിൽ ഹൈപ്പോത്തസിസ് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യും. ദാറ്റ് കൺസെപ്റ്റ് ഇസ് വി ആർ കോൾഡ് ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ്. അപ്പൊ നമ്മൾ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് ഉണ്ട്. അതാണ് നമ്മൾ നോക്കാൻ പോകുന്നതും അതിന്റെ ഡിഫറെന്റ് സിൻടാക്സുകളുമാണ്. അപ്പൊ നമുക്ക് ഒരുപാട് ടെസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതിൽ ഓരോ ടെസ്റ്റിന്റെയും സ്റ്റെപ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ പോപ്പുലേഷൻ ഡാറ്റ, നമ്മൾ എടുക്കുന്ന സാമ്പിൾ ഡാറ്റ ഏത് ടൈപ്പാണ്, കാറ്റഗോറിയിലാണോ ന്യൂമറിക്കലാണോ. പിന്നെ അതുപോലെ ഇഫ് യു ആർ ലുക്കിംഗ് അറ്റ്, നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഒരു സിംഗിൾ ഗ്രൂപ്പ് അഥവാ ഈ ഒരു പോപ്പുലേഷൻ ഒരൊറ്റ ഗ്രൂപ്പ് എടുത്തിട്ടാണോ നമ്മൾ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കമ്പയറിംഗ് വൺ ഗ്രൂപ്പ് ടു അനദർ, നമ്മൾ രണ്ട് ഗ്രൂപ്പ് എടുത്തിട്ട് അതിനെ കമ്പയർ ചെയ്തിട്ടാണോ എന്തെങ്കിലും കൺക്ലൂഷനിലേക്ക് എത്താൻ ഉദ്ദേശിക്കുന്നത്. കമ്പയറിംഗ് സെയിം ഗ്രൂപ്പ് ബിഫോർ ആൻഡ് ആഫ്റ്റർ എ ചേഞ്ച്, ഒരു ഗ്രൂപ്പ് തന്നെ എന്തെങ്കിലും ഒരു ചേഞ്ചിന് ശേഷം അത് രണ്ടും കൂടെ കമ്പയർ ചെയ്തിട്ടാണോ നമ്മളൊരു ടെസ്റ്റിംഗിലേക്ക് എത്തുന്നത്. ഒരു ചേഞ്ചിന് ശേഷം എങ്ങനെയാണ്, ആ രീതിയിലുള്ള ഈ മൂന്ന് കാര്യം അഥവാ ഇഫ് യു ആർ ലുക്കിംഗ് അറ്റ്, എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഏത് ടൈപ്പ് ഓഫ് ഡാറ്റയാണ്, അതിന്റെ ബേസിൽ നമ്മുടെ ടെസ്റ്റിംഗിൽ ഡിഫറെന്റ് സ്റ്റെപ്സും ഡിഫറെന്റ് സ്റ്റൈലും വരുന്നുണ്ട്. അങ്ങനെ വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടെസ്റ്റുകളാണ് നമ്മൾ ഇനി ആറിന്റെ ബേസിൽ നോക്കാൻ പോകുന്നത്. നമ്മൾ അതിന്റെ മുന്നേ നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മൾക്കിപ്പോ ഒരു ഗ്രൂപ്പ് ഡാറ്റയുടെ ടെസ്റ്റ് ചെയ്യാം, ഡിഫറെന്റ് ഗ്രൂപ്പ് ഡാറ്റയുടെ ടെസ്റ്റ് ചെയ്യാം, ഒരു ഗ്രൂപ്പ് തന്നെ ഒരു കാര്യത്തിന്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ ചെക്ക് ചെയ്യാം. അങ്ങനെ ഡിഫറെന്റ് ചെക്കിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. അതിന്റെ ബേസിൽ നമുക്ക് എന്ത് പറയാം, ടെസ്റ്റിനെ 1 സാമ്പിൾ ടെസ്റ്റ് ആൻഡ് 2 സാമ്പിൾ ടെസ്റ്റ് എന്ന് പറയാം. ഓക്കെ, എക്സാമിനൊക്കെ വേണമെങ്കിൽ വൺ വേർഡ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. 1 സാമ്പിൾ ടെസ്റ്റ് ആർ യൂസ്ഡ് ടു കമ്പയർ ദ മീൻ ഓഫ് എ സാമ്പിൾ ടു എ നോൺ പോപ്പുലേഷൻ മീൻ. ഒരു പോപ്പുലേഷന്റെ മീന് നമ്മൾക്കറിയാം, അതിന്റെ ബേസിൽ നമ്മൾ അതിൽ നിന്നും ഒരു സാമ്പിൾ എടുത്തിട്ട് അതിന്റെ മീനിനെ കമ്പയർ ചെയ്യുന്നത്, അഥവാ ഒരു സാമ്പിൾ എടുക്കുന്നുള്ളൂ, അതിന്റെ മീനിനെ കമ്പയർ ചെയ്യുന്ന ടെസ്റ്റിനെയാണ് 1 സാമ്പിൾ ടെസ്റ്റ് എന്ന് പറയുന്നത്. ദ മോസ്റ്റ് 1 സാമ്പിൾ ടെസ്റ്റ് സി ടെസ്റ്റ് എന്ന് പറയാം. അതുപോലെ തന്നെയാണ് ടി ടെസ്റ്റും ഉണ്ട്. അത് പോപ്പുലേഷന്റെ നമ്മൾ എടുക്കുന്ന സാമ്പിളിന്റെ സൈസ് അനുസരിച്ചിരിക്കും. ഓക്കെ, നമുക്ക് നോക്കാം. സി ടെസ്റ്റ് ക്യാൻ ബി യൂസ്ഡ് വെൻ ദ പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇസ് നോൺ. നമ്മൾക്ക് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ടെസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ ഇവിടെ നമ്മൾ ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് സി ടെസ്റ്റും ടി ടെസ്റ്റും ആണ്. ഇപ്പൊ ഇത്ര മനസ്സിലാക്കുക.
സി ടെസ്റ്റും ടി ടെസ്റ്റും ഒക്കെ നമുക്ക് ഒരു കൺക്ലൂഷനിലേക്കാണ് നമ്മൾ എത്തുന്നത്, ഒരു ടൈപ്പ് റിപ്പോർട്ടിലേക്കാണ് നമ്മൾ വരുന്നത്. എപ്പോഴാണ് നമ്മൾ സി ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്? വെൻ ദ പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇസ് നോൺ. ഇഫ് ദ പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇസ് നോട്ട് നോൺ, ടി ടെസ്റ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ രണ്ടും നമുക്ക് ഒരു കൺക്ലൂഷനിലേക്ക് അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് റിപ്പോർട്ടിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ഇനി 2 സാമ്പിൾ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ പേര് തന്നെയുണ്ട്, നമ്മൾ 2 സാമ്പിൾ എടുത്തിട്ട് അതിനെ കമ്പയർ ചെയ്യാണ്. 2 sample tests are used to compare the means of 2 samples. The most common 2 sample test is t-test for independent samples. ഇവിടെ കോമൺ ആയിട്ട് നമ്മൾ z ടെസ്റ്റ് ആണ് പറഞ്ഞത്. t-test is also 1 sample test ആയിട്ട് നമ്മൾ ചെയ്യും. 2 sample ടെസ്റ്റിൽ t-test for independent samples ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 sample test. The t-test for independent samples can be used when the 2 samples are independent. പേര് തന്നെയുണ്ട്, ഇൻഡിപെൻഡന്റ് ആയിട്ട് കിടക്കുന്നെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് t-test for independent sample. If the 2 samples are not independent, then the t-test for dependent samples can be used. ജസ്റ്റ് പോയിന്റുകൾ ഓർത്ത് വെക്കുക. നമ്മൾ മെയിൻ ആയിട്ട് സിൻടാക്സിലേക്കാണ് പോകുന്നത്. അപ്പൊ നമ്മൾ ഇനി സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് ഇൻ ആർ നമ്മൾ പറഞ്ഞ ഈ 1 സാമ്പിൾ ടെസ്റ്റ്, 2 സാമ്പിൾ ടെസ്റ്റ്, പല പേരുകളും പറഞ്ഞല്ലോ. ഇപ്പൊ ടി ടെസ്റ്റ്, സി ടെസ്റ്റ്, അതൊക്കെ എങ്ങനെയാണ് ആറിൽ കൊണ്ടുവരാന്ന് നോക്കാം. അപ്പൊ അതിൽ നമ്മൾക്ക് പറയാൻ പറ്റും, സി ടെസ്റ്റിന് സി ഡോട്ട് ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്, ടി ടെസ്റ്റിന് ടി ഡോട്ട് ടെസ്റ്റ്, അനോവ എന്ന് പറഞ്ഞ ടെസ്റ്റ് ഉണ്ട്. അനോവ എന്ന് പറഞ്ഞ ടെസ്റ്റ് പെർഫോം ചെയ്യണമെങ്കിൽ വി ആർ യൂസിങ് അനോവ. പിന്നെ ചായ് സ്ക്വയർ ടെസ്റ്റ് ഉണ്ട്, ചായ് സ്ക്വയർ ടെസ്റ്റ് ആൻഡ് ചായ് സ്ക്വയർ ടെസ്റ്റ് ഫോർ ഇൻഡിപെൻഡൻസ് ആൻഡ് ഗുഡ്നെസ് ഓഫ് ഫിറ്റ്. അങ്ങനെയുള്ളൊരു ടെസ്റ്റ് ഉണ്ട്. വി ആർ ഗോയിങ് ത്രൂ ദാറ്റ്, നമ്മൾ അതിലേക്ക് വരുന്നുണ്ട്. അതൊക്കെയാണ് ചെയ്യുന്നെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സിൻടാക്സ് എന്താണ്? ചായ് സ്ക്വയർ ഡോട്ട് എസ്ക്യു ഡോട്ട് ടെസ്റ്റ്. ഇതൊക്കെ ഒരു ബേസിക് ആയിട്ട് ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ചെയ്താണ്. ഇനി നമ്മളെല്ലാം ഡീറ്റെയിൽ ആക്കിയിട്ട് നോക്കാൻ പോവാണ്. ഫസ്റ്റ് തന്നെ നമുക്ക് ടി ടെസ്റ്റ് നോക്കാം. ഓക്കെ, നമ്മൾ ആദ്യം തന്നെ ടി ടെസ്റ്റിനെ കുറിച്ച് ജസ്റ്റ് ഒരു ഐഡിയ ഇവിടെ പറയുന്നുണ്ട്. അതിനുശേഷം സിൻടാക്സിലേക്ക് പോവാം. അപ്പം നമ്മൾ ആറിന്റെ എക്സാം ബേസിൽ നോക്കുകയാണെങ്കിൽ ടി ടെസ്റ്റിനെ കുറിച്ചിട്ട് മാർക്കിന്റെ ബേസിൽ ഒന്ന് എത്രത്തോളം എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. പക്ഷെ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് അതിന്റെ സിൻടാക്സ് എങ്ങനെയാണ്, അതിന്റെ സിൻടാക്സിൽ എന്തൊക്കെയുണ്ട്, അതിന്റെ എക്സ്പ്ലനേഷനിലേക്കാണ് കൂടുതൽ പോവേണ്ടത്. അപ്പൊ നമുക്ക് നോക്കാം. എ ടി ടെസ്റ്റ് ഇസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ് ദാറ്റ് ഈസ് യൂസ്ഡ് ടു കമ്പയർ ദ മീൻസ് ഓഫ് 2 ഗ്രൂപ്പ്സ്. നമ്മൾ പറഞ്ഞു അല്ലെ, അല്ലെങ്കിൽ ഒരു സാമ്പിളിനെ പോപ്പുലേഷൻ മീനുമായിട്ടൊക്കെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടി ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഓഫൺ യൂസ്ഡ് ഇൻ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് ടു ഡിറ്റർമൈൻ വെദർ എ പ്രോസസ് ഓർ ട്രീറ്റ്മെന്റ് ആക്ച്വലി ഹാസ് ആൻ എഫക്ട് ഓൺ ദ പോപ്പുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓർ വെദർ 2 ഗ്രൂപ്പ്സ് ആർ ഡിഫറെന്റ് ഫ്രം വൺ അനദർ. നമ്മളൊരു പോപ്പുലേഷൻ എടുക്കുമ്പോൾ നമ്മൾ അതിന്റെ ഒരു സാമ്പിൾ എടുത്തിട്ട് അത് പോപ്പുലേഷനുമായിട്ട് കമ്പയർ ചെയ്യണം. അപ്പൊ ഈ ഒരു സാമ്പിളിലേക്ക് നമ്മൾ എന്തെങ്കിലും പ്രോസസ്സ് ചെയ്യുമ്പോൾ അത് ടോട്ടൽ പോപ്പുലേഷനെ ബാധിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ 2 ഗ്രൂപ്പിനെ എടുത്തു കഴിഞ്ഞാൽ അത് ഒന്നിൽ നിന്ന് വേറെ ഒന്നിലേക്ക് ഡിഫറെന്റ് ആണോ, അങ്ങനെയൊക്കെയുള്ള ഏതൊരു കൺക്ലൂഷനിലേക്കും നമുക്ക് ടി ടെസ്റ്റ് വെച്ചിട്ട് എത്താൻ പറ്റും. നമുക്ക് നോക്കാം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. യു വാണ്ട് ടു നോ വെദർ ദ മീൻ പെറ്റൽ ലെങ്ത് ഓഫ് ഐറിസ് ഫ്ലവറിന്റെ പെറ്റൽ ലെങ്ത് മീൻ വാല്യൂ, അതിന്റെ മീൻ വാല്യൂ ഡിഫേഴ്സ് അക്കോർഡിംഗ് ടു ദെയർ സ്പീഷീസ്. അതിന്റെ സ്പീഷീസ് ഡിഫറെന്റ് സ്പീഷീസുമായിട്ട് എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോ, അത് വ്യത്യാസപ്പെടുന്നുണ്ടോ, അത് കാരണം എന്നാണ് നമ്മൾ നോക്കുന്നത്. യു ഫൈൻഡ് 2 ഡിഫറെന്റ് സ്പീഷീസ് ഓഫ് ഐറിസ് ഗ്രോയിങ് ഇൻ എ ഗാർഡൻ ആൻഡ് മെഷർ 25 പെറ്റൽസ് ഓഫ് ഈച്ച് സ്പീഷീസ്. അപ്പൊ നമ്മൾ ഈ ഐറിസ് ഫ്ലവേഴ്സിന്റെ 2 ടൈപ്പ് ഓഫ് സ്പീഷീസ് ഉള്ള ഒരു ഗാർഡനിൽ പോയിട്ട് 25 പെറ്റൽസ്, ഇതിന്റെയും 25 പെറ്റൽസും ഇതിന്റെയും 25 പെറ്റൽസും നമ്മൾ എടുത്തു. അപ്പൊ നമ്മൾ എന്താ ടോട്ടൽ ഒരുപാട് ഉണ്ടാവും, അതിന്റെ ഒരു സാമ്പിൾ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. യു ക്യാൻ ടെസ്റ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദിസ് 2 ഗ്രൂപ്പ്സ് യൂസിങ് എ ടെസ്റ്റ് ആൻഡ് യൂസിങ് എ ടി ടെസ്റ്റ് ആൻഡ് നൾ ആൻഡ് ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്. നമ്മൾ ടി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം നമ്മളൊന്ന് ഡിസൈഡ് ചെയ്യും, അല്ലെങ്കിൽ നമ്മളൊരു അസംഷനിലെത്തും. അതിൽ നിന്നും നമ്മൾ നമ്മൾ ടി ടെസ്റ്റ് യൂസ് ചെയ്തിട്ട് ഒരു വാല്യൂ കണ്ടുപിടിക്കും. ആ വാല്യൂയുടെ ബേസിൽ നമ്മൾ ആദ്യം എത്തിയ അസംഷൻ അഥവാ നൾ ഹൈപ്പോത്തസിസ് ആക്സെപ്റ്റ് ചെയ്യണോ റിജക്ട് ചെയ്യണോ എന്ന് നമ്മൾ തീരുമാനിക്കും. അതാണ് അതിന്റെ പ്രോസസ്സ്. അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഡിഫറെന്റ് ആണോ എന്ന് നോക്കാനാണ്. അപ്പൊ നമ്മൾ എന്താണ് അതിന്റെ മീൻസ് ഡിഫറെന്റ് ആണോ നോക്കിയാൽ മീൻസ് വ്യത്യാസപ്പെടുമല്ലോ ഡിഫറെന്റ് ആണെങ്കിൽ. അപ്പം മീൻസ് 0 ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുക, അഥവാ ഇതിന്റെ പെറ്റൽ ലെങ്ത്തിന്റെ മീൻസ് സെയിം ആണ് എന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അഥവാ ഒരു വ്യത്യാസമില്ല, സ്പീഷീസ് നമ്മൾ വ്യത്യാസമില്ല എന്ന് അസ്യൂം ചെയ്യുക. എന്നിട്ട്
നമ്മൾ ഉദ്ദേശിക്കുന്ന എന്താണ്? ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്. അതാ നമ്മൾ കൺക്ലൂഷനിലേക്ക് എത്താൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തോ ഒരു ഡിഫറൻസ് ഉണ്ട്, ആ പെറ്റൽസിന്റെ ലെങ്ത് തമ്മിൽ എന്തോ ഡിഫറൻസ് ഉണ്ട് എന്ന് എത്താൻ സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ ആദ്യം തന്നെ ഡിസൈഡ് ചെയ്യും ഇല്ല രണ്ടും സെയിം ആണെന്ന്. എന്നിട്ട് നമ്മളൊരു ടി ടെസ്റ്റ് വെച്ചിട്ട് വാല്യൂ കണ്ടുപിടിക്കും. ആ വാല്യൂയുടെ ബേസിൽ നമ്മൾ നൾ ഹൈപ്പോത്തസിസ് ആക്സെപ്റ്റ് ചെയ്യണോ റിജക്ട് ചെയ്യണോ നമ്മൾ തീരുമാനിക്കും. ആക്സെപ്റ്റ് ചെയ്യാതെ അർത്ഥം ഒരു ഡിഫറൻസ് ഇല്ല എന്ന് മനസ്സിലാവും. റിജക്ട് ചെയ്യുകയാണെങ്കിൽ ദ ട്രൂ ഡിഫറൻസ് ഇസ് ഡിഫറെന്റ് ഫ്രം സീറോ, അഥവാ ഇത് തമ്മിലുള്ള ഡിഫറൻസ് സീറോ അല്ല. അതിന്റെ അർത്ഥം എന്താ? രണ്ടും രണ്ട് പെറ്റൽ ലെങ്ത് ആണെന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിൾ ആണ്, നിങ്ങൾക്ക് എങ്ങനെയാണ് ടി ടെസ്റ്റ് വർക്ക് ചെയ്യാമെന്ന് മനസ്സിലാക്കാനുള്ള ഒരു എക്സാമ്പിൾ. ഇനി നമുക്ക് ടി ടെസ്റ്റിന്റെ കുറച്ച് പോയിന്റ്സ് ഒന്ന് നോക്കാം. എ ടി ടെസ്റ്റ് ഈസ് യൂസ്ഡ് ടു ഡിറ്റർമൈൻ ഇഫ് ദർ ഇസ് എ സിഗ്നിഫിക്കന്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ മീൻസ് ഓഫ് ടു ഗ്രൂപ്സ്. The t-test is used for hypothesis testing to determine whether a process has an effect on both samples or if the groups are different from each other. നേരത്തെ നോക്കിയ കാര്യം തന്നെയാണ്. അതിന്റെ പോയിന്റ്സ് ഒന്ന് നമ്മൾ ലിസ്റ്റ് ചെയ്ത് ഒന്നുകൂടെ റിവൈസ് ചെയ്യാണ്. Basically, the t-test allows the comparison of the mean of two sets of data and the determination if the two sets are derived from the same population. നമുക്കൊരു രണ്ട് സാമ്പിൾ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് ടി ടെസ്റ്റ് വാല്യൂ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്കത് പറയാൻ പറ്റും ഇത് സെയിം പോപ്പുലേഷനിൽ തന്നെ ഉള്ളതാണ്. അങ്ങനെയൊക്കെയുള്ള കമ്പാരിസണിലേക്ക് നമുക്ക് എത്താം. അങ്ങനെയൊക്കെയുള്ള കൺക്ലൂഷനിലേക്ക് നമ്മൾക്ക് എത്താം. ഓക്കെ, ആഫ്റ്റർ ദ നൾ ആൻഡ് ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് ആർ എസ്റ്റാബ്ലിഷ്ഡ്, ടി ടെസ്റ്റ് ഫോർമുലാസ് ആർ യൂസ്ഡ് ടു കാൽക്കുലേറ്റ് വാല്യൂസ് ദാറ്റ് ആർ ദെൻ കമ്പയർഡ് വിത്ത് സ്റ്റാൻഡേർഡ് വാല്യൂസ്. ഞാൻ പറഞ്ഞു നമ്മൾ ആദ്യം വാല്യൂ കണ്ടുപിടിച്ചിട്ട് അതിന്റെ ബേസിലാണ് നൾ ഹൈപ്പോത്തസിസ് ആക്സെപ്റ്റ് ചെയ്യണോ അല്ലെങ്കിൽ അത് റിജക്ട് ചെയ്തിട്ട് ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസിലേക്ക് നമ്മൾ എത്തണോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. ബേസ്ഡ് ഓൺ ദ കമ്പാരിസൺ ദ നൾ ഹൈപ്പോത്തസിസ് ഇസ് ഐദർ റിജക്റ്റഡ് ഓർ ആക്സെപ്റ്റഡ്. The t-test is similar to other tests like z-test. രണ്ട് z-tesറ്റും c-tesറ്റും ഏകദേശം സിമിലർ ആണ്. ആൻഡ് ഓൾസോ f-test ഓൾസോ. എന്താ വലിയൊരു വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ ടി ടെസ്റ്റ് ഇസ് യൂഷ്വലി പെർഫോംഡ് ഇൻ കേസസ് വേർ ദ സാമ്പിൾ സൈസ് ഇസ് സ്മോൾ. നമ്മൾ എടുക്കുന്ന സാമ്പിൾ സൈസ് സ്മോൾ ആണെങ്കിലാണ് നമ്മൾ ടി ടെസ്റ്റ് പ്രിഫർ ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ ജി ടെസ്റ്റും എഫ് ടെസ്റ്റിലേക്ക് പോകും. എല്ലാതാണെങ്കിലും നമ്മൾക്ക് നമ്മുടെ ഒരു ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗിലേക്ക് തന്നെയാണ് നമ്മൾ എത്തുന്നത്. നമ്മൾ ഹൈപ്പോത്തസിസിലേക്ക് എത്തണോ ആക്സെപ്റ്റ് ചെയ്യണോ റിജക്ട് ചെയ്യണോ എന്ന രീതിയിലേക്ക് തന്നെയാണ് ഇതിന്റെ കൺക്ലൂഷൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഏകദേശം ടി ടെസ്റ്റിന്റെ പോയിന്റുകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു നമ്മൾ ടി ടെസ്റ്റ് രണ്ട് സാമ്പിൾ അല്ലെങ്കിൽ ഒരു സാമ്പിൾ വിത്ത് പോപ്പുലേഷന്റെ ഒക്കെ ഒരു കാൽക്കുലേഷൻ എടുത്തിട്ട് ഒരു ഫോർമുല ഉണ്ടാവും. അതിന്റെ ബേസിലാണ് നമ്മൾ വാല്യൂ കണ്ടുപിടിക്കുന്നത്. അപ്പൊ അതിന്റെ ഫോർമുല എന്ന് നോക്കാം. 1 സാമ്പിൾ ടി ടെസ്റ്റും 2 സാമ്പിൾ ടി ടെസ്റ്റും ഉണ്ട്. അപ്പൊ ടി ഈക്വൽ ടു എക്സ് ബാർ മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ എസ് ബൈ √10. എക്സ് ബാർ എന്ന് പറഞ്ഞാൽ ഒബ്സർവ്ഡ് മീൻ ഓഫ് ദ സാമ്പിൾ, നമ്മൾ എടുക്കുന്ന സാമ്പിൾ. മ്യൂ എന്ന് പറഞ്ഞാൽ അസ്യൂംഡ് മീൻ, നമ്മൾ അസ്യൂം ചെയ്ത മീൻ. എസ് എസ് ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആൻഡ് എൻ എസ് സാമ്പിൾ സൈസ്. ഇതൊരു സാമ്പിൾ ആണെങ്കിൽ. ഇനി 2 സാമ്പിൾ ആണെങ്കിൽ ഇതുപോലെ തന്നെ x1 ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. അപ്പൊ 2 സാമ്പിൾ ആണെങ്കിൽ ടി ഈക്വൽ ടു x1 ബാർ മൈനസ് x2 ബാർ ഡിവൈഡഡ് ബൈ √s1 സ്ക്വയർ ഡിവൈഡഡ് ബൈ n1 പ്ലസ് s2 സ്ക്വയർ ഡിവൈഡഡ് ബൈ n2. അപ്പൊ നമുക്കറിയാം x1 ബാർ എന്ന് പറഞ്ഞാൽ ഒബ്സർവ്ഡ് മീൻ ഓഫ് ഫസ്റ്റ് സാമ്പിൾ, x2 ബാർ എന്ന് പറഞ്ഞാൽ ഒബ്സർവ്ഡ് മീൻ ഓഫ് സെക്കൻഡ് സാമ്പിൾ, s1 is the standard deviation of first sample, s2 is the standard deviation of second sample, n1 ഫസ്റ്റ് സാമ്പിളിന്റെ സൈസ്, n2 സെക്കൻഡ് സാമ്പിളിന്റെ സൈസ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ ഈ ഒരു കാൽക്കുലേഷന്റെ ബേസിൽ നമുക്ക് വാല്യൂ കിട്ടും. ആ വാല്യൂയുടെ ബേസിലാണ് നമ്മൾ കാര്യങ്ങൾ പിന്നെ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇതിലൊന്ന് എക്സാമ്പിൾ നോക്കാം. നമുക്ക് ടി ടെസ്റ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ആണ് ആറിൽ വരിക, അതിലേക്കാണ് നമ്മൾ എത്തുന്നത്. അപ്പൊ നമ്മളിപ്പോ ഒരു സ്റ്റുഡന്റ് ഉണ്ട്, അതിന്റെ സ്കോർ ഉണ്ട്. അപ്പൊ അതിന്റെ ബേസ് ഒരു സാമ്പിൾ ആണ്. അപ്പൊ അതിന്റെ ബേസിൽ നമ്മളിത് നമുക്ക് എന്താ ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പൊ നമുക്കിത് നോക്കാം. ഇവിടെ ഒരു സിഗ്നിഫിക്കൻസ് ലെവൽ ഉണ്ട്, നമുക്ക് അതിലേക്ക് എത്താം. വെയിറ്റ് ചെയ്യും. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞത് എന്തായിരുന്നു? ടി ഈക്വൽ ടു എക്സ് ബാർ മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ എസ് ഡിവൈഡഡ് ബൈ √10. ഓക്കെ, അപ്പൊ ഇവിടെ ഇക്വേഷൻ ചെറിയൊരു ഇക്വേഷൻ കാണിക്കുന്നതിൽ വ്യത്യാസമുണ്ട്. പക്ഷെ കറക്റ്റ് ഈ ഒരു ഇക്വേഷനിലേക്ക് തന്നെയാണ് നമ്മൾ എത്തുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ നമ്മൾ എസ് എക്സ് ബാർ എന്ന് പറഞ്ഞിട്ട് എസ് ബൈ √10 ഇവിടെ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തു. എസ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അത് 5.47 ഡിവൈഡഡ് ബൈ √12. അപ്പൊ നമുക്ക് 1.58 കിട്ടി ഈ ടോട്ടലിന്റെ. ഇനി നമ്പർ ഓഫ് സാമ്പിൾ ഇവിടെ 12 ആണ് യൂസ് ചെയ്യുന്നത്. മീൻ വാല്യൂ 32.33 ആണ്.
അഥവാ നമ്മുടെ എക്സ് ബാർ 32.33 ആണ്. മ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത് അസംഷനിലേക്ക് എത്തിയത് 28 ആണ് നമ്മൾ അസ്യൂം ചെയ്തിട്ട് അത് വെച്ചിട്ട് നമ്മൾ ഈ ഒരു ഇക്വേഷൻ, ഈ സെയിം ഇക്വേഷൻ തന്നെയാണ് കേട്ടോ ഇവിടെ S/√n നമ്മൾ SX ബാർ എന്ന് ആദ്യം വിളിച്ചിട്ട് അത് ഇക്വേഷനിലേക്ക് കൊടുത്തു എന്നേ ഉള്ളൂ. അപ്പൊ നമ്മൾ 2.75 എത്തി, അഥവാ നമ്മുടെ ടി വാല്യൂ. ഇനി നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 5.47 ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്, അതാണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്തത്. പിന്നെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ട്, നമ്മൾ ഇനി ടി വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ്. അതിന്റെ കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ എത്ര സാമ്പിൾ ആണോ, സാമ്പിളിൽ എത്ര വാല്യൂ ഉണ്ടോ ഡിവൈഡ് സാമ്പിൾ വാല്യൂ അഥവാ സാമ്പിൾ സൈസ് -1 11. ഓക്കെ, അപ്പൊ നമ്മൾക്കിപ്പോ ടി വാല്യൂ ഇവിടെ കിട്ടി 2.75. അപ്പൊ അതിൽ നിന്ന് ഇനി നമ്മൾ നൾ ഹൈപ്പോത്തസിസ് ആൻഡ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസിലേക്ക് നമ്മൾ എങ്ങോട്ട് എത്തണം എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യണം എന്ന് പറഞ്ഞു. അതെങ്ങനെയാന്ന് നോക്കാം. നമ്മൾ ഫസ്റ്റ് തന്നെ ടി എന്ന് പറഞ്ഞ ഇക്വേഷൻ ടിയുടെ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് 2.75 എന്ന് പറഞ്ഞിരിക്കുന്ന വാല്യൂ കിട്ടി. ഓർത്ത് വെക്കണേ, ഇതിൽ ഡിഗ്രി ഓഫ് ഫ്രീഡം 12 - 1 ആണ് 11. ഇനി ഒരു സിഗ്നിഫിക്കൻസ് ലെവൽ ഉണ്ട് ആൽഫ എന്ന് പറഞ്ഞാൽ, അഥവാ നമ്മൾ എത്രത്തോളം ഒരു ലെവൽ ബേസിൽ ഇതിനൊരു ടേബിൾ ഉണ്ട്, അതിൽ ഓരോ ലെവൽസ് കാണിക്കുന്നത്. അപ്പൊ ഏത് ലെവലിന്റെ വാല്യൂ നമ്മൾ എടുക്കണമെന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ നോക്കൂ, ഇഫ് ദ നമ്പർ ഓഫ് ഡിഗ്രി ഓഫ് ഫ്രീഡം ഇസ് നോൺ ദ ക്രിട്ടിക്കൽ ടി വാല്യൂ ക്യാൻ ബി ഡിറ്റർമൈൻഡ് ബൈ യൂസിങ് ദ ടേബിൾ ഓഫ് ടി വാല്യൂസ്. അപ്പൊ നമ്മൾക്ക് ഡിഗ്രി ഓഫ് ഫ്രീഡം അറിയാം, അഥവാ n-1. അങ്ങനെയാണെങ്കിൽ ഈ ടേബിൾ ടി വാല്യൂവിന്റെ ടേബിളിൽ നമുക്കൊരു ക്രിട്ടിക്കൽ ടി വാല്യൂ കാണാൻ പറ്റും. അപ്പൊ നമ്മൾ നോർമൽ ഇപ്പൊ ടി വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തത് 2.75 എടുത്തു 12 പീപ്പിളിന്. അപ്പൊ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്താണ് 11 ആണ്. സിഗ്നിഫിക്കൻസ് ലെവൽ 5% ആണ് നമ്മൾ അസ്യൂം ചെയ്തത്. നേരത്തെ നമ്മൾ പറഞ്ഞു 0.05. ഓക്കെ, അപ്പൊ അതിന് കുറെ കാൽക്കുലേഷൻ അതിന് കുറെ അസംഷൻസ് വരുന്നുണ്ട് കേട്ടോ. ദ ടേബിൾ ഷോസ് ദ ടി വാല്യൂസ് ഫോർ വൺ ടൈൽഡ് ഓപ്പൺ ഡിസ്ട്രിബ്യൂഷൻ ഡിപ്പെൻഡിങ് ഓൺ വെദർ യു കാൽക്കുലേറ്റ് ദ വൺ ടൈൽഡ് ഓർ ടു ടൈൽഡ് ടി ടെസ്റ്റ്. നമുക്ക് ഡിഫറെന്റ് ടി ടെസ്റ്റ് ഉണ്ട്. വൺ ടൈൽഡ് അഥവാ നമ്മുടെ ഗ്രാഫ് ഇപ്പൊ ഇങ്ങനെ വരുമ്പോ ഇതിന്റെ ഒരു വൺ ടൈൽഡ്, ഇതാണ് വൺ ടൈൽഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് രണ്ടും യൂസ് ചെയ്യുമ്പോഴാണ് ടു ടൈൽഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. പക്ക സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്, ഒന്ന് ഓർത്ത് വെക്കുക നിങ്ങൾ. വൺ ടൈൽഡ് ആൻഡ് ടു ടൈൽഡ് ടി ടെസ്റ്റ് ഉണ്ട്. അപ്പൊ നമ്മൾ ഏത് ഡിസൈഡ് ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിച്ചു. അപ്പൊ നമ്മൾ ഇവിടെ ഇപ്പൊ വൺ ടൈൽഡ് ആണ് എടുക്കുന്നത്. ഓക്കെ, നോൺ ഡയറക്ഷണൽ ഹൈപ്പോത്ത്. അപ്പൊ നമ്മൾ ടു ടൈൽഡ് നോൺ ഡയറക്ഷണൽ ടി ടെസ്റ്റ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അപ്പോൾ നമ്മൾ ആ നോൺ ഡയറക്ഷണൽ ഹൈപ്പോത്തസിസ് തന്നെ ഈ സിഗ്നിഫിക്കൻസ് ലെവലിൽ 5% ഒരു ടി ടേബിൾ ഉണ്ടായിരിക്കും. നമ്മൾക്ക് ഈ ഒരു ബേസിൽ അഥവാ ഫ്രീഡം ഡിഗ്രി ഓഫ് ഫ്രീഡം 11, ഇവിടെ ഡിഗ്രി ഓഫ് ഫ്രീഡം 11 ആണ് നമ്മൾ എടുക്കുന്ന സിഗ്നിഫിക്കൻസ്. വൺ ടൈൽഡ് ആണ് എടുക്കുന്നത്. നമ്മൾ പറഞ്ഞു ഇവിടെ നമ്മൾക്ക് യു മസ്റ്റ് റീഡ് ദ ടി വാല്യൂ. നമുക്ക് നമ്മളിപ്പോ ഉദ്ദേശിക്കുന്നത് ടി വാല്യൂല് വൺ ടൈൽഡ് ആണോ ടു ടൈൽഡ് ആണെങ്കിലും നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒന്നെങ്കിൽ 5% ആണെങ്കിൽ ഒന്നെങ്കിൽ 0.95 അല്ലെങ്കിൽ 0.95 അല്ലെങ്കിൽ 0.975 എടുക്കണം എന്നാണ്. അപ്പൊ നമ്മളിപ്പോ ഇവിടെ 0.975 എടുക്കാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് 2.201. അപ്പൊ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് 2.75. നമ്മൾക്ക് ടി ടേബിളിൽ വെച്ച് കിട്ടിയ വാല്യൂ 2.201. അപ്പൊ 2.01 is less than 2.75. അപ്പൊ നമ്മൾ ഇതിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ വാല്യൂ എന്ന് പറയാം. അപ്പൊ ഈ ക്രിട്ടിക്കൽ വാല്യൂവിനേക്കാളും ഇപ്പൊ നോക്കൂ, ഇഫ് ദ കാൽക്കുലേറ്റഡ് ടി വാല്യൂ ഇസ് ബിലോ ദ ക്രിട്ടിക്കൽ വാല്യൂ ദർ ഇസ് നോ സിഗ്നിഫിക്കന്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ സാമ്പിൾ ആൻഡ് ദ പോപ്പുലേഷൻ. ഇഫ് ദ ക്രിട്ടിക്കൽ ടി വാല്യൂ if it is above the critical t value there is a significant difference. അപ്പൊ നമ്മൾക്ക് ഇതാണ് നമ്മുടെ ടി വാല്യൂ, ഇതാണ് ക്രിട്ടിക്കൽ. അപ്പൊ ഇതിനേക്കാളും ഗ്രേറ്റർ ആണ്, എബോവ് ആണെങ്കിൽ there is a difference ആണ് ഇത് പറയുന്നത്. അഥവാ നമ്മുടെ മീനിന്റെ സാമ്പിൾ മീനിന്റെയും പോപ്പുലേഷൻ മീനിലും ഡിഫറൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു റിപ്പോർട്ടാണ് നമുക്ക് ടി ടെസ്റ്റ് വെച്ചാൽ കിട്ടുക. ദിസ് ഈസ് ദ കൺസെപ്റ്റ് ഓഫ് ടി ടെസ്റ്റ്. ഇവിടെ നമ്മൾ പറയുന്നത് അതിന്റെ ഒരു ഏകദേശ കൺസെപ്റ്റ് ആണ്. ഇതിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് വരുന്നുണ്ട്, വൺ ടൈൽഡ് ടു ടൈൽഡ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, അപ്പൊ ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ അതുപോലെ നമുക്കൊരു ടി വാല്യൂ കണ്ടുപിടിക്കുക, അതുപോലെ പി വാല്യൂന്റെ ബേസിലൊക്കെ നമുക്ക് ഈ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾക്കിനി ടി ടെസ്റ്റ് ഫംഗ്ഷൻ ആറിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. നമുക്ക് ടി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബിൽഡ് ഇൻ ഫംഗ്ഷൻ, ടി ടെസ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ബിൽഡ് ഇൻ ഫംഗ്ഷൻ ആറിലുണ്ട്. അത് 1 സാമ്പിൾ ആണോ 2 സാമ്പിൾ ആണോ പെയ്ഡ് ടി ടെസ്റ്റ് ആണ്, എന്തായാലും ടി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബിൽഡ് ഇൻ ഫംഗ്ഷൻ ആയിട്ടുള്ള ടി ഡോട്ട് ടെസ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഫംഗ്ഷൻ ആറിൽ അവൈലബിൾ ആണ്. അപ്പൊ അതിൽ തന്നെ 2 വേ ഉണ്ട് നമ്മൾക്കത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിൽ. ഡീഫോൾട്ട് ആയിട്ടുള്ള ഒരു ടി ടെസ്റ്റ് ഉണ്ട്, ഫോർമുല മെത്തേഡും ഉണ്ട്.
രണ്ട് മെത്തേഡാണ്, രണ്ട് സിൻടാക്സ് ആയിരിക്കും. ടി ഡോട്ട് ടെസ്റ്റ് തന്നെയാണ്, പക്ഷെ അതിന്റെ ബ്രാക്കറ്റിൽ വരുന്ന ചില കാര്യങ്ങൾ പാരാമീറ്റേഴ്സ് വ്യത്യാസം ഉണ്ടായിരിക്കും. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ കൺസെപ്റ്റ് തന്നെയാണ്. ആ ഒരു വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ അത് വലുതാണോ ചെറുതാണോ എന്നതിനനുസരിച്ച് നമ്മൾ നമ്മുടെ മീൻസ് ഡിഫറെന്റ് ആണോ ഡിഫറെന്റ് അല്ലേന്ന് നമ്മൾ തീരുമാനിക്കും. അപ്പൊ നമുക്ക് ഡീഫോൾട്ട് മെത്തേഡ് നോക്കാം. ഡീഫോൾട്ട് മെത്തേഡ് എന്ന് പറയുമ്പോൾ അതിന്റെ ഇക്വേഷൻ ടി ഡോട്ട് ടെസ്റ്റ് എക്സ് കോമ വൈ ഓൾട്ടർനേറ്റീവ് ഈക്വൽ ടു സി ടു സൈഡഡ് ലെസ് ഗ്രേറ്റർ ഏതാണോ നമ്മൾക്ക് ചെയ്യാം. പിന്നെ എം യു ഈക്വൽ ടു 0, പെയർഡ് ഈക്വൽ ടു ഫാൾസ്, വാർ ഡോട്ട് ഈക്വൽ ടു ഫാൾസ്, കോൺസ്റ്റന്റ് ലെവൽ ഇസ് ഈക്വൽ ടു 0.95, എക്സ്ട്രാ പലതും വരുന്നുണ്ട്. ഇതൊക്കെയാണ് അതിൽ വരുന്ന ഒരുപാട് വരുന്ന ആർഗ്യുമെന്റ്സ്. അപ്പൊ ആർഗ്യുമെന്റ്സിൽ എന്തൊക്കെയാണ് അതിന്റെ പാരാമീറ്റേഴ്സ് എന്ന് നോക്കാം നമുക്ക്. അപ്പൊ നമുക്ക് ദ ഫംഗ്ഷൻ ടി ഡോട്ട് ടെസ്റ്റ് ടേക്സ് 2 വെക്ടേഴ്സ് ഓഫ് ഡാറ്റ. ഇവിടെ നോക്കുകയാണെങ്കിൽ 2 വെക്ടേഴ്സ് ഓഫ് ഡാറ്റ എക്സ് ആൻഡ് വൈ ആസ് ഇൻപുട്സ്. നമ്മൾ എക്സ് എന്ന് പറഞ്ഞൊരു വെക്ടറും വൈ എന്നൊരു വെക്ടറും എടുക്കുന്നു. ഏത് ഗ്രൂപ്പിനെയാണ് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് നോക്കിയിട്ട് ദ ഓൾട്ടർനേറ്റീവ് ആർഗ്യുമെന്റ് സ്പെസിഫൈ ദ ടൈപ്പ് ഓഫ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് ടു ബി ടെസ്റ്റഡ്. ഏത് ടൈപ്പ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് ആണ് നമ്മൾ ഇനി ഉപയോഗിക്കുന്നത് എന്ന് ഇവിടെയാണ് നമ്മൾ അസ്യൂം ചെയ്ത് കൊടുക്കുന്നത്. ഒന്നുകിൽ 2 സൈഡഡ് ലെസ് ഗ്രേറ്റർ, അത് ഏതെങ്കിലും ഒന്ന് ഡിസൈഡ് ചെയ്യാം. എം യു ആർഗ്യുമെന്റ് സ്പെസിഫൈ ദ നൾ ഹൈപ്പോത്തസിസ് മീൻ വിച്ച് ഇസ് സെറ്റ് ടു 0 ബൈ ഡിഫോൾട്ട്. നമ്മള് നൾ ഹൈപ്പോത്തസിന്റെ മീന് നമ്മളിവിടെ 0 ആക്കിയിട്ടാണ് ഡിഫോൾട്ട് ആയിട്ട് സെറ്റ് ചെയ്യുക. The paired argument specifies whether the 2 samples are paired or not and it is set to false by default. അഥവാ നമുക്ക് പെയർഡ് ടി ടെസ്റ്റ് ഉണ്ട്, അപ്പൊ അത് പെയർഡ് ആണോ അല്ലേന്ന് ഇവിടെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അധികം ഫോൾസ് ആയിട്ടുണ്ടായിരിക്കുക. പെയർഡ് ടി ടെസ്റ്റിന് മാത്രം നമ്മൾ അതിനെ ട്രൂ ആക്കി വെക്കും. The var dot equal argument specifies whether the 2 samples have equal variance. അഥവാ നമ്മൾ എടുക്കുന്ന സാമ്പിളിന്റെ വാരിയൻസസ് ഈക്വൽ ആണോ എന്ന് സ്പെസിഫൈ ചെയ്യാനുള്ള ഒരു ബൂളിയൻ ആണ് ഇത്. വാർ ഡോട്ട് ഈക്വൽ ടു ഫോൾസ്. ഇനിയുള്ളത് കോൺഫിഡൻസ് ലെവൽ ആർഗ്യുമെന്റ് ആണ്. അപ്പൊ കോൺഫിഡൻസ് ലെവൽ ആർഗ്യുമെന്റ് സ്പെസിഫൈസ് ദ കോൺഫിഡൻസ് ലെവൽ ഫോർ ദ കോൺഫിഡൻസ് ഇന്റർവെൽ വിച്ച് ഇസ് സെറ്റ് 0.95 ബൈ ഡിഫോൾട്ട്. നമ്മൾ എപ്പോഴും 5% ആണ് പറയുക, അതുകൊണ്ട് 0.05 അതാകുമ്പോൾ 0.95 ആണ് എപ്പോഴും നമ്മൾ എടുക്കുക. ദ എക്സ്ട്രാ ഡോട്ട് മീൻസ് ദ എക്സെട്രാ ആർഗ്യുമെന്റ്സ് അലോ ഫോർ അഡീഷണൽ ആർഗ്യുമെന്റ് ടു ബി പാസ് ടു ദ ഫംഗ്ഷൻ. ഇതാണ് ഡീഫോൾട്ട് ആയിട്ടുള്ള മെത്തേഡ്. ഇനി ഫോർമുല മെത്തേഡ് എന്ന് പറയുമ്പോൾ അത് നമ്മളൊരു ഫോർമുല കൊടുക്കുകയാണ്. യു പ്രൊവൈഡ് ദ ഫോർമുല വേർ x tends to y, where x is the numeric vector or a column from the data and y is the binary column contains the type of group. അപ്പൊ അതിന്റെ ഇക്വേഷൻ എങ്ങനെയാന്ന് ചോദിച്ചാൽ ടി ഡോട്ട് ടെസ്റ്റ് ഫോർമുല കോമ ഡാറ്റ കോമ സബ്സെറ്റ് കോമ എൻ എ ഡോട്ട് ആക്ഷൻ എക്സെട്ര. നമ്മൾ മെയിൻലി ഡിഫോൾട്ട് മെത്തേഡാണ് യൂസ് ചെയ്യുക, പക്ഷെ ഇതൊന്ന് ഓർത്ത് വെക്കുക. ദ ഫോർമുല ആർഗ്യുമെന്റ് സ്പെസിഫൈ ദ ഫോർമുല ഫോർ ദ ടി ടെസ്റ്റ് വിച്ച് ടിപ്പിക്കലി ഇൻക്ലൂഡ്സ് എ റെസ്പോൺസ് വേരിയബിൾ ആൻഡ് 1 or more predictor variable. The data argument specifies the data frame containing the variables used in the formula. ഒരു ഫോർമുല ബേസിലാണ്, അപ്പൊ അതിന്റെ വേരിയബിൾ അതിന്റെ ഡീറ്റെയിൽസിലാണ് നമ്മൾ പാസ് ചെയ്യുന്നത്. സിൻടാക്സ് മാത്രം ഒന്ന് ഓർത്ത് വെക്കുക. The subset arguments allows you to specify a subset of the data to use in the t-test. നമ്മൾ t-test എടുക്കുന്ന വാല്യൂ സബ്സെറ്റ് ഇവിടെയാണ് കൊടുക്കുന്നത്. na.action argument specify how missing value should be handled. നമ്മൾ നോട്ട് അപ്ലിക്കബിൾ പോലെ നൾ വാല്യൂ ഉണ്ടാവുമല്ലോ, അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നാണ് ഇവിടെ ചെയ്യുന്നത്. എക്സെട്രാ അഡീഷണൽ ആർഗ്യുമെന്റ്സ് ഉണ്ടെങ്കിൽ അത് നമുക്ക് കോമ ഇട്ടിട്ട് കൊടുക്കാവുന്നതാണ്. ഓവറോൾ ദിസ് ഫംഗ്ഷൻ ഇസ് യൂസ്ഡ് ടു പെർഫോം ടി ടെസ്റ്റ് ഓൺ എ ഡാറ്റ സെറ്റ് ഇൻ ആർ. നമുക്കൊരു ഡാറ്റ സെറ്റ് ആയിട്ടാണ് കിട്ടുന്നെങ്കിൽ നമ്മൾ ഫോർമുല മെത്തേഡ് യൂസ് ചെയ്യും. അപ്പൊ അതിന്റെ ഫോർമുല എങ്ങനെയാണോ അതിന്റെ ഫോർമുല അതിന്റെ വേരിയബിൾസ് ഒരു ഡാറ്റ ആയിട്ട് ഒരു ഫ്രെയിം ആയിട്ട് ഇതും അതിന്റെ സബ്സെറ്റ് നമ്മൾ കൊടുക്കും ഡാറ്റ ഫ്രെയിം ആയിട്ട്. പിന്നെ ആക്ഷൻ ഹാൻഡിൽ വരുന്നുണ്ടോ എന്ന് നോക്കാൻ അതിന്റെ ആക്ഷൻ സ്പെസിഫൈ ചെയ്യും, അതർ ആർഗ്യുമെന്റ്സ് ഓൾസോ. ഇതാണ് ഫോർമുല മെത്തേഡ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിപ്പോ നോക്കൂ. സെറ്റ് ഡോട്ട് സീഡ് അഥവാ നമ്മൾ ഒരു റാൻഡം ആയിട്ടൊരു സാമ്പിൾ എടുത്തു. 70 മീന് എസ് ടിയും ഇത്രയായിട്ടുള്ള മീൻ 35,000 ആൻഡ് എസ് ടി ഈക്വൽ ടു 2,000. അതിന്റെ ബേസിൽ കുറച്ചൊരു വാല്യൂ നമുക്ക് കിട്ടി. അതിനെ നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ നൾ ഹൈപ്പോത്തസിന്റെ മീൻ ഇവിടെ സെറ്റ് ചെയ്തിട്ട് അത് ആ വെക്ടർ ആ വാല്യൂ പാസ് ചെയ്തിട്ട് നമ്മൾ ടി ടെസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ റിസൾട്ട് ഇങ്ങനെയായിരിക്കും. ഒന്ന് ഓർത്ത് വെക്കുക. അപ്പൊ 1 സാമ്പിൾ ടി ടെസ്റ്റ് ആണ്, അഥവാ ഒരു സാമ്പിളെ നമ്മൾ പാസ് ചെയ്തിട്ടുള്ളൂ. 2 സാമ്പിൾ പാസ് ചെയ്യുമ്പോൾ 2 സാമ്പിൾ ടി ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഹെഡിങ് വരും. ഡാറ്റയുടെ ഡീറ്റെയിൽസ്, അപ്പൊ അതിൽ ടി വാല്യൂ, ഡിഗ്രി ഓഫ് ഫ്രീഡം, പി വാല്യൂ നമുക്ക്
കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതിന്റെ ബേസിൽ നമ്മൾക്ക് എന്ത് ചെയ്യാം, നൾ ഹൈപ്പോത്തസിസ് ആണോ, ഹൈപ്പോത്തസിസ് നമ്മുടെ ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസിലേക്കാണോ നമുക്ക് പോകേണ്ടത് എന്നുള്ള രീതിയിൽ നമുക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഇവിടെ ഒരു പി വാല്യൂ പറയുന്നുണ്ടല്ലോ. അപ്പൊ ഈ പി വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഈ ഒരു ഇക്വേഷൻ കാൽക്കുലേറ്റ് ചെയ്ത് നമുക്കൊരു ടി വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ആ ടി വാല്യൂ നമ്മൾ ടേബിളിൽ നിന്ന് എടുത്ത ക്രിട്ടിക്കൽ ടി വാല്യൂ ഗ്രേറ്റർ ആണെങ്കിൽ അതിന്റെ ബേസിൽ നമുക്ക് ഒരു പി വാല്യൂ ടേബിളിൽ നിന്ന് പി വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് 0.025 അങ്ങനെയാണെങ്കിൽ ഈ നമ്മൾ ഉദ്ദേശിച്ചത് സിഗ്നിഫിക്കൻസ് ലെവൽ 0.05 നമ്മൾ ടേബിളിൽ നിന്നൊക്കെ എടുത്തതെങ്കിൽ അതിൽ നിന്ന് നമ്മൾ പി വാല്യൂ കിട്ടിയത് 0.026 ആണ്. അഥവാ നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും കുറവാണ് എങ്കിൽ നമ്മൾ വി റിജക്ട് നൾ ഹൈപ്പോത്തസിസ് ആണെന്ന് പറയാം. ഓക്കെ, അങ്ങനെയാണ് പി വാല്യൂ ഇതിന്റെ ഇടയിൽ വരുന്നത് കേട്ടോ. കാരണം നമ്മൾക്ക് ഇത് റിപ്പോർട്ട് തരുമ്പോൾ, റിപ്പോർട്ട് കിട്ടുമ്പോൾ നമുക്ക് എന്തുണ്ട്, ഇവിടെ ഒരു പി വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ടി വാല്യൂ ബേസിൽ പി വാല്യൂ നമ്മൾ കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ നൾ ഹൈപ്പോത്തസിസ് ആണോ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസിലേക്കാണോ നമ്മൾ എത്തേണ്ടതെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. ഇനി അടുത്തത് നമുക്ക് സി ടെസ്റ്റും അനോവ ടെസ്റ്റും ഒക്കെ നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.